ഇന്നത്തെ നമ്മുടെ റെസിപ്പി മാങ്ങഞ്ചി വെച്ചിട്ടുള്ള നല്ല അടിപൊളി പിക്കിളാണ്. അതിനുവേണ്ടി മാങ്ങഞ്ചിയൊക്കെ ക്ലീൻ ചെയ്ത് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പാൻ അടുപ്പിൽ വെച്ച് പാൻ നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ കൂടുതൽ കാലം സൂക്ഷിക്കേണ്ട പിക്കിളാണെന്നുണ്ടെങ്കിൽ നല്ലെണ്ണ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് 3/4 കപ്പ് വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടി ചെറുതാക്കി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇഞ്ചി ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല. നമ്മൾ മാങ്ങഞ്ചി വെച്ചിട്ടുള്ള പിക്കിളാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്ട്രാ നമുക്ക് ഇഞ്ചിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഈ വെളുത്തുള്ളിയും വേപ്പിലയും പച്ചമുളകും ഒക്കെ ഈ എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ. എന്നാലാണ് നമ്മുടെ അച്ചാർ പൂപ്പലൊന്നും വരാതെ നല്ല രീതിയിൽ നമുക്ക് ഒരുപാട് കാലം സൂക്ഷിച്ചിട്ട് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മുളക് പൊടി ഒക്കെ നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി എരിവ് എത്ര എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി ആട്ടോ. എൻ്റെ അടുത്തുള്ള മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറും സാധാ മുളകും കൂടി കൂട്ടി പൊടിച്ചതായതുകൊണ്ട് അത്ര എരിവില്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നമ്മൾ ഫ്ലെയിം ലോ ആക്കിയിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാല ഒക്കെ ഒന്ന് നന്നായിട്ട് കുക്കായി വരണം. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഉലുവപ്പൊടിയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1/2 കപ്പ് നല്ല തിളച്ച വെള്ളമാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ തിളച്ച വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പോളം വിനെഗറാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വിനെഗറും കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. നമ്മുടെ വിനെഗർ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ശർക്കരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ എരിവും പുളിയും ഒക്കെ നന്നായിട്ടൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശർക്കര ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് കുക്കായി വന്ന് നല്ല തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഉപ്പ് ശ്രദ്ധിക്കണം. പിന്നെ ഇതിലേക്ക് നമ്മൾ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങഞ്ചിൻ്റെ കഷ്ണം കൂടി ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതാ കുക്കായി വന്നപ്പോൾ നമ്മുടെ അച്ചാറിൻ്റെ മുകളിലായിട്ട് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ അച്ചാറിൻ്റെ ഒരു പാകം. ഇതേപോലെ നമ്മൾ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്ത് വെച്ചിട്ട് തന്നെ നമുക്ക് ഒരുപാട് കാലം ഈ അച്ചാർ സൂക്ഷിക്കട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റി കുറേശ്ശെ ആയിട്ട് എടുത്ത് ഉപയോഗിക്കാം.